പേ ബാക്ക് പീരീഡും ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡും ട്രഡീഷണൽ മെത്തേഡുകളായിരുന്നു. കാരണം ആ ട്രഡീഷണൽ മെത്തേഡ് ആവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഇത് പ്രസന്റ് വാല്യൂ ഓഫ് ദ മണി കൺസിഡർ ചെയ്യുന്നില്ല. അത് എത്ര വർഷം കഴിഞ്ഞ് കാശ് കിട്ടിയാലും ഒരേ വാല്യൂ ആണ് എന്നുള്ളൊരു കൺസിഡറേഷനാണ് പേ ബാക്ക് പീരീഡും നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡും പരിഗണിച്ചിരിക്കുന്നത്. പക്ഷെ ഇത് ശരിയായിട്ടൊരു കൺസെപ്റ്റ് അല്ല. അങ്ങനെ ആ പോരായ്മ പരിഹരിക്കുന്നതിന് വേണ്ടി മോഡേൺ ആയിട്ടുള്ള ചില ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ക്രൈറ്റീരിയാസ് വന്നതാണ് NPV എന്ന് പറഞ്ഞ നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡും IRR എന്ന് പറയുന്ന ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്ന മെത്തേഡും പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്ന മെത്തേഡും ഒക്കെ ഈ പ്രസന്റ് വാല്യൂ ഓഫ് മണി എന്ന് പറയുന്ന ഭാഗം പരിഗണിച്ചുകൊണ്ട് ഉള്ള മെത്തേഡ്സ് ആണ്. നമുക്ക് അതിലൊന്ന് NPV എന്ന് പറയുന്ന നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ് എന്ന് പറഞ്ഞ NPV എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് നമുക്ക് പഠിക്കേണ്ടത്. NPV നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ് എന്ന് പറഞ്ഞത് അതിൽ പ്രധാനമായിട്ട് അവർ കട്ട് ഓഫ് റേറ്റ് എന്ന് പറയുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എന്നിട്ടുണ്ടാവും, ഡിസ്കൗണ്ട് റേറ്റ് എന്നൊക്കെ പറയും. അത് 10%. അതെന്ന് വെച്ചാൽ മണിയുടെ വാല്യൂ എത്ര ശതമാനം വെച്ച് റെഡ്യൂസ് ആവുന്നു എന്ന് പറയുന്നതാണ് ഈ കട്ട് ഓഫ് റേറ്റ്. ഇൻവെസ്റ്റ്മെന്റ് രണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഫസ്റ്റ് പ്രോജക്ട് എക്സ് ആണ്, 20,000 ആണ് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. പ്രോജക്ട് വൈക്ക് 30,000 ആണ്. എസ്റ്റിമേറ്റഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ 5 yearsഉം 5 yearsഉം ആണ്. സ്ക്രാപ്പ് വാല്യൂ ഉണ്ട്, സാൽവേജ് വാല്യൂ ഉണ്ട്, 1,000ഉം 2,000ഉം ആണ്. ഇവിടെ പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ ആൻഡ് ആഫ്റ്റർ ടാക്സ് ആണ്. അത് എക്സിന്റെയും വൈയുടെയും തന്നിട്ടുണ്ട്. 5,000, 10,000, 10,000, 3,000, 2,000. വൈക്ക് 20,000, 10,000, 5,000, 3,000, 2,000 എന്നാണ്. പേ ബാക്ക് പീരീഡിനകത്ത് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ ആഫ്റ്റർ ടാക്സ് ആയിരുന്നു. ARR വന്നപ്പോൾ സമയത്ത് ആ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞ പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആഫ്റ്റർ ടാക്സ് ആയിരുന്നു. ഈ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡിൽ മാത്രമാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്ന മെത്തേഡ് സ്വീകരിക്കുന്നത്. പേ ബാക്ക് പീരീഡ്, IRR, NPV എന്ന മെത്തേഡുകളിലെല്ലാം തന്നെ പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ ആഫ്റ്റർ ടാക്സ് ആണ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് എടുക്കേണ്ടത്. അതുകൊണ്ട് NPVയിൽ നമ്മൾ എടുക്കേണ്ടത് പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ ആഫ്റ്റർ ടാക്സ് ആണ് എടുക്കേണ്ടത്. ഇവിടെ തന്നെയാണ് തന്നിട്ടുള്ള പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ ആൻഡ് ആഫ്റ്റർ ടാക്സ് തന്നെയാണ് ഈ കണക്കിൽ തന്നിട്ടുള്ളത്. അപ്പം ഈ മെത്തേഡ് അനുസരിച്ച് ഇതിൽ വെച്ച് നമുക്ക് NPV എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് നോക്കാം. ആ NPV കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പ്രധാനമായിട്ട് ഫസ്റ്റ് കോളം നമ്മൾ ഇയർ കൊടുത്തു. ഇയർ 1 to 5 എഴുതി. 1 to 5 എഴുതി. നമ്മുടെ ക്യാഷ് ഇൻഫ്ലോ ആണ് അടുത്ത കോളം. ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് നമ്മൾ എഴുതി 5,000. ഇത് പ്രോജക്റ്റ് എക്സിലാണ്. പ്രോജക്റ്റ് എക്സ് 5,000, 10,000, 10,000, 3,000, 2,000 എന്നെഴുതിയതിനു ശേഷം നമ്മൾ ഈ 5 അഞ്ചാമത്തെ വർഷം ഒരിക്കൽ കൂടെ കൊടുക്കുക. കാരണം സ്ക്രാപ്പ് വാല്യൂ ഉണ്ടെങ്കിൽ ഇത് സ്ക്രാപ്പാണ്. സ്ക്രാപ്പ് ഉണ്ടെങ്കിൽ അവസാനത്തെ വർഷത്തെ ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് കണക്കാക്കുക. അതായത് അഞ്ചാമത്തെ വർഷമാണ് 5, വീണ്ടും 5 എഴുതി. അത് സ്ക്രാപ്പ് വാല്യൂ നമ്മുടെ അതാണ് പേ ബാക്ക്. NPVയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ നമുക്ക് പേ ബാക്കിൽ ഇല്ലാതാണ്. പേ ബാക്കിൽ ഈ സ്ക്രാപ്പ് വാല്യൂ പരിഗണിക്കുന്നേ ഇല്ല. അപ്പൊ NPVയില് ഈ ക്യാഷിന് നമ്മുടെ സ്ക്രാപ്പ് വാല്യൂവിനെ അവസാനത്തെ വർഷത്തെ ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് നമുക്ക് പരിഗണിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ 5,000 അഞ്ചാമത്തെ ഇയർ സെപ്പറേറ്റ് എഴുതുന്നതിന് പകരം ഈ 2,000 1,000 ആഡ് ചെയ്തു 3,000 എന്ന് കാണിച്ചാലും മതി. പക്ഷെ നമുക്ക് ഇവിടെ അഞ്ചാമത്തെ വർഷം നമ്മൾ സെപ്പറേറ്റ് 1,000 എന്നാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ ഡിസ്കൗണ്ട് ഫാക്ടർ എന്ന് പറഞ്ഞാൽ 10% ആണ് മണി ഡിസ്കൗണ്ട് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് പ്രസന്റ് വാല്യൂ ടേബിൾ എന്ന് പറഞ്ഞ ടേബിളിൽ നമ്മൾ നോക്കിയാൽ 10% ഡിസ്കൗണ്ട് വാല്യൂ നമുക്ക് കിട്ടും. അതായത് 10% ആണ് ഡിസ്കൗണ്ട് ആകുന്നതെങ്കിൽ, മണി ഡിസ്കൗണ്ട് ആകുന്നതെങ്കിൽ ആ ഡിസ്കൗണ്ട് ഫാക്ടർ പ്രസന്റ് വാല്യൂ ടേബിൾ എന്ന് പറഞ്ഞ ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ നിന്ന് നമുക്ക് 10% ഡിസ്കൗണ്ട് ആകുന്ന സമയത്ത് ഉള്ള ഡിസ്കൗണ്ട് ഫാക്ടർ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഒരു ഫോർമുല ഉണ്ട്. അത് എളുപ്പ വഴിക്ക് 1/1 പോയിന്റ് ഇടുക. 1/1 പോയിന്റ്. അതിനുശേഷം നമ്മൾ 10% ചേർത്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് 0.909 കിട്ടും. 0.909 നമുക്ക് കിട്ടും. ഇത് ഈ 0.909 നമ്മൾ 0.909ന്റെ സ്ക്വയർ ക്യൂബ് അല്ലെങ്കിൽ 1.10 നമ്മുടെ സാധാരണ സയന്റിഫിക് അല്ലാത്ത കാൽക്കുലേറ്റർ ആണെങ്കിൽ
1/1.10 കൊടുത്തിട്ട് ഈക്വല് കൊടുത്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് എത്ര വർഷത്തെ വേണോ തുടർച്ചയായിട്ട്. സയന്റിഫിക് കാൽക്കുലേറ്റർ ആണെങ്കിൽ നിങ്ങൾ ഈ 1/1.10 ചെയ്തതിന് ശേഷം അപ്പൊ 0.909 കിട്ടും. വീണ്ടും 1.10 കൊടുക്കുമ്പം 0.826 എന്ന് കിട്ടും. എന്നിട്ട് ഈക്വൽ കൊടുത്തുകൊണ്ടിരുന്നാൽ വീണ്ടും തുടർച്ചയായിട്ട് കിട്ടും. അപ്പൊ നമുക്ക് ഇത് ചെയ്യുന്ന സമയത്ത് ഡിസ്കൗണ്ട് ഫാക്ടർ 0.909 ആണ്. മിക്കവാറും ഡിഗ്രി ക്ലാസ്സുകളിലൊക്കെ ആണെങ്കിൽ ഡിഗ്രിക്കൊക്കെ ആണെങ്കിൽ ഈ ഡിസ്കൗണ്ട് ഫാക്ടർ തന്നിട്ടുണ്ടാവും. 0.909, 0.826, 0.751, 0.683, 0.621. അപ്പൊ അഞ്ചാമത്തെ വർഷം 0.621 ആണ് ഡിസ്കൗണ്ട് ഫാക്ടർ. നമ്മൾ അഞ്ചാമത്തെ വർഷം തന്നെ സ്ക്രാപ്പ് എഴുതിയുണ്ട്. ആ 0.621 തന്നെ വീണ്ടും കൊടുക്കണം. അതിനുശേഷം നമ്മൾ പ്രസന്റ് വാല്യൂ എന്നുള്ള ഒരു കോളം കൂടെ കൊടുക്കണം. പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഈ ക്യാഷ് ഫ്ലോയെ നമ്മൾ ഈ കിടക്കുന്ന ഈ ക്യാഷ് ഫ്ലോയെ ഡിസ്കൗണ്ട് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രസന്റ് വാല്യൂ കിട്ടുന്നത്. അതായത് 5000 ഇൻറ്റു 0.909. ഈ 5000 ഇൻറ്റു 0.909 ചെയ്യണം. അത് ഇവിടെ എഴുതണം. അതായത് 10,000 ഇൻറ്റു 0.826 ചെയ്യണം. 10,000 ഇൻറ്റു 0.751 ചെയ്യണം. അതാണ് നമ്മളുടെ ഡിസ്കൗണ്ട് ഫാക്ടർ എന്ന് വെച്ചാൽ ആദ്യത്തെ 45. അടുത്തത് ചിലപ്പോ 8260. അടുത്തത് 7510. നെക്സ്റ്റ് 2049. അടുത്ത 1242. ലാസ്റ്റ് 621. ഇത് നമ്മളെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ പ്രസന്റ് വാല്യൂ കിട്ടും. ടോട്ടൽ പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത് 24,227 ആണ്. അതിൽ നമുക്ക് ടോട്ടൽ പ്രസന്റ് വാല്യൂ എഴുതാം. ടോട്ടൽ പ്രസന്റ് വാല്യൂ. അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ് നമ്മൾ ലെസ് ചെയ്യണം. കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ് നമ്മൾ ലെസ് ചെയ്യണം. കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ് 20,000 ആണ്. ആ 20,000 നമ്മൾ ലെസ് ചെയ്യുമ്പോൾ 4227 അതിനെയാണ് നമ്മൾ NPV എന്ന് പറയുന്നത്. ഇവിടെ ഒരൊറ്റ പ്രോജക്റ്റ് ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇത് NPV പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഈ പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ നമുക്ക് വേറൊരു പ്രോജക്റ്റ് കൂടെ ഉണ്ട്. ആ പ്രോജക്റ്റ് Y കൂടെ നമുക്കുണ്ട്. ആ Y കൂടെ നമുക്ക് നോക്കാം. ആ പ്രോജക്റ്റ് വൈയുടെ വാല്യൂസ് നമ്മൾ എഴുതുകയാണ്. പ്രോജക്റ്റ് വൈയുടെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കിയാണ്. പ്രോജക്റ്റ് വൈയുടേത് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് 20,000, 10,000, 5,000, 3,000, 2,000 സ്ക്രാപ്പ് ഉണ്ട്. സ്ക്രാപ്പ് 2,000 ആണ്. ഡിസ്കൗണ്ട് ഫാക്ടർ അത് തന്നെ. നമ്മുടെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ ക്യാഷ് ഫ്ലോയെ ഈ ഡിസ്കൗണ്ട് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. ആ ഡിസ്കൗണ്ട് ഫാക്ടർ കൊണ്ട് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുന്ന സമയത്ത് 180, 8260, 3755, 2049, 1242, 1242 നമ്മൾ ഇത് ആഡ് ചെയ്യണം. അപ്പൊ ടോട്ടൽ പ്രസന്റ് വാല്യൂ നമുക്ക് കിട്ടും. ടോട്ടൽ പ്രസന്റ് വാല്യൂ എന്ന് വെച്ചാൽ 728 കിട്ടും. 728. അതിനുശേഷം അതിൽ നിന്ന് നമ്മൾ കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ 30,000 ആണ്. 30,000 ലെസ് ചെയ്യുമ്പോൾ 4728. ഇതാണ് NPV. അപ്പൊ നമ്മൾ ഓൾറെഡി ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആദ്യത്തെ പ്രോജക്റ്റിൽ 4,227 എന്നും സെക്കൻഡ് പ്രോജക്റ്റില് 4,728 ആണ് കിട്ടിയത്. നിങ്ങൾ അതിന്റെ കമന്റ് ആയിട്ട് എഴുതേണ്ടത് ഈ NPVയുടെ വാല്യൂ ഹയസ്റ്റ് ആയിരിക്കുന്നത് പ്രോജക്റ്റ് വൈയിലായതുകൊണ്ട് നമ്മൾ പ്രോജക്റ്റ് വൈ സെലക്ട് ചെയ്യുന്നു എന്നുള്ള കമന്റും കൂടെ നമ്മൾ കൊടുക്കണം. ഇത് നമുക്ക് സാധാരണയുള്ളൊരു പ്രോജക്റ്റ് ആണ്. സാധാരണയുള്ളൊരു പ്രോബ്ലം ആയിരുന്നു. നമുക്ക് അടുത്തൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ NPV തന്നെ നെക്സ്റ്റ് ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ആ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ അവര് പറയുന്നത്
ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു 0 to 0 ഉണ്ട്, പിന്നെ 1 2 3 4 5 എന്നുള്ള ഇയറും ഇവിടെ ഒരു കോളത്തിൽ പറയുന്നത് ഔട്ട്ഫ്ലോ എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഔട്ട്ഫ്ലോ. അത് 0, അതായത് തുടക്കത്തിൽ അവര് 1,50,000 സെക്കൻഡ് ഇയറിൽ ഫസ്റ്റ് ഇയറിൽ അവർ 30,000 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് അവര് പറയുന്നത് ഫസ്റ്റ് ഇയറില് 20,000 ഫസ്റ്റ് ഇയറിലുള്ളൂ, 0 ഇയറിലില്ല. 20,000 30,000 60,000 80,000 30,000 അവർ പറയുന്ന കട്ട് ഓഫ് റേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ആ കട്ട് ഓഫ് റേറ്റ് എന്ന് പറയുന്നത് 10% ആണ് കട്ട് ഓഫ് റേറ്റ്. ഡിസ്കൗണ്ട് റേറ്റ് 10% എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മൾ പ്രോജക്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഇവർ പറയുന്നത് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് തുടക്കത്തിൽ, അതായത് പ്രോജക്റ്റ് ആരംഭിക്കുന്ന സമയത്ത് 1,50,000 ഒരു വർഷം കഴിഞ്ഞിട്ട് 30,000 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. ആ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ആ പ്രോഫിറ്റില് അവര് എന്താണ് പ്രോഫിറ്റ്, എങ്ങനെയുള്ള പ്രോഫിറ്റ് ആണെന്ന് യഥാർത്ഥത്തിൽ പറയുന്നില്ല. ആ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ ആഫ്റ്റർ ടാക്സ് ആയിരിക്കും എന്ന അസംഷൻ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ആദ്യം ഇയർ എഴുതി, ക്യാഷ് ഇൻഫ്ലോ എഴുതി, അതിനുശേഷം നമ്മൾ ഡിസ്കൗണ്ട് ഫാക്ടർ എഴുതി, പിന്നെ പ്രസന്റ് വാല്യൂ. ആ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യനുള്ള ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് നമുക്ക് 20,000 30,000 60,000 80,000 30,000. സ്ക്രാപ്പ് ഒന്നും ഈ പ്രോബ്ലത്തിലില്ല, അത്രേ ഉള്ളൂ. നമ്മുടെ ഡിസ്കൗണ്ട് ഫാക്ടർ നേരത്തെ പോലെ തന്നെ 0.909, 10% ആയതുകൊണ്ട് അതേ ഡിസ്കൗണ്ട് റേറ്റ് തന്നെ വരും. 0.909, 0.826, 0.751, 0.683, 0.621. ഇത്രയാണ് നമുക്ക് അതിനകത്തുള്ളത്. ഇതിനകത്ത് ഈ പ്രോബ്ലത്തിനകത്ത് ഒരു സാൽവേജ് വാല്യൂ എന്ന് പറയുന്നത് അവർ കൊടുത്തിട്ടുണ്ടായിരുന്ന ക്വസ്റ്റിന് അവസാനം ഒരു സാൽവേജ് വാല്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിനെ 50 ഇയർ എന്നാണ് എഴുതി. സാൽവേജ് സ്ക്രാപ്പ് വാല്യൂ, ആ സ്ക്രാപ്പ് വാല്യൂ 40,000 തന്നിട്ടുണ്ടായിരുന്നു. 40,000. അപ്പൊ അത് 0.621 തന്നെ. ഇത് എക്സാമിന് പലവട്ടം വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. പല കോഴ്സിനും, അത് ഡിഗ്രിക്കും PGക്കും MBAക്കും എല്ലാം പലതവണ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ 0.621 എന്ന് നമ്മൾ എഴുതി. അതിനുശേഷം നമ്മൾ അതിനെ ഡിസ്കൗണ്ട് ഫാക്ടർ പ്രസന്റ് വാല്യൂ ആക്കാൻ വേണ്ടി ക്യാഷ് ഇൻഫ്ലോ ഡിസ്കൗണ്ട് ഫാക്ടർ കൊണ്ട് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യണം. മൾട്ടിപ്പിൾ ചെയ്യുന്ന സമയത്ത് 18,180, 24,780, 45,060, 54,640, 18,630, 24,840 എല്ലാവരും ആഡ് ചെയ്യണം. ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1,86,130 കിട്ടും. ഇവിടെ ഇത് സാധാരണ നമ്മൾ കഴിഞ്ഞ കണക്ക് ചെയ്ത പോലെയാണ്. പക്ഷെ ഇവിടെ നമുക്കുണ്ടായിരുന്ന പ്രശ്നം വെച്ചാൽ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ലെസ് കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ് എന്ന് എഴുതുന്നിടത്താണ് പ്രശ്നം. കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റില് 1,50,000 ഉണ്ട്, പ്ലസ് ഒരു 30,000 ഫസ്റ്റ് ഇയറിൽ ഇവര് വീണ്ടും അഡീഷണൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ക്യാഷ് ഇൻഫ്ലോയ്ക്ക് ഡിസ്കൗണ്ട് സംഭവിക്കുമ്പോൾ തന്നെ അതായത് ഇൻഫ്ലോയ്ക്ക് ഡിസ്കൗണ്ട് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് മണിയുടെ വാല്യൂ കുറയുമ്പോൾ തന്നെ
ഔട്ട്ഫ്ലോയിലും അതായത് ഇൻവെസ്റ്റ്മെന്റിലും അതേപോലുള്ളൊരു ഡിസ്കൗണ്ടിങ് ഉണ്ടാവും. അതായത് നമ്മൾ 30,000 ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ആ 30,000നും ഈ 10% ഡിസ്കൗണ്ട് ഫാക്ടർ ബാധകമാണെന്ന്. അതുകൊണ്ട് 1,50,000 പ്ലസ് ആ 30,000 ഇൻറ്റു ഒന്നാമത്തെ വർഷത്തെ ഡിസ്കൗണ്ട് ഫാക്ടർ 0.909 ആണ്. ആ 0.909 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. അതായത് 1,50,000 ഇതിപ്പോ സെക്കൻഡ് ഇയറിലായിരുന്നു ഇരിക്കട്ടെ. ഈ 30,000 ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സെക്കൻഡ് ഇയറിലാണെങ്കിൽ സെക്കൻഡ് ഇയറിലെ ഡിസ്കൗണ്ട് ഫാക്ടറോടാണ് നമ്മളിവിടെ മൾട്ടിപ്പിൾ ചെയ്യേണ്ടിരുന്നത്. ഇത് ഫസ്റ്റ് ഇയറിലാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് 30,000 ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ 1,50,000 ഇനിഷ്യലി ഉണ്ടായിരുന്ന ഇൻവെസ്റ്റ്മെന്റ്, അതിനുശേഷം ഫസ്റ്റ് ഇയറിലെ 30,000 ആണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്. ആ 30,000 ഇൻവെസ്റ്റ്മെന്റിന് അന്നത്തെ ഡിസ്കൗണ്ട് ഫാക്ടർ 0.909 ആണ്. അതുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. 1,50,000 ഈ മൾട്ടിപ്പിൾ ചെയ്ത വാല്യൂസും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എത്രയാണ് ആ വാല്യൂ വേണം നിങ്ങൾ ലെസ് ചെയ്ത് കാണിക്കേണ്ടിയിരിക്കുന്നത്. അതായത് നമ്മുടെ ആ ഡിസ്കൗണ്ട് ഫാക്ടറും അതും കൂടെ ചെയ്തപ്പോൾ നമുക്ക് 1,77,270 കിട്ടി. 1,77,270 എന്ന് നമുക്ക് കിട്ടി. അപ്പൊ നമ്മൾ ആ 1,27,270 ലെസ് ചെയ്യണം. ലെസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് NPV എന്ന് പറയുന്നത്. NPV എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത്, അതായത് അതിൽ നിന്ന് ലെസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന 8860. അതായത് ഇവിടുത്തെ പ്രസന്റ് വാല്യൂ കുറയ്ക്കുന്ന സമയത്ത് 8860 ഇട്ടും ആ 8860 ആണ് നമ്മുടെ നെറ്റ് പ്രസന്റ് വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ നമ്മുടെ യഥാർത്ഥത്തിൽ NPV മെത്തേഡ് എന്ന് പറയുന്നതിൽ പ്രധാനപ്പെട്ട 3 തരത്തിലുള്ള പ്രോബ്ലമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ ധാരാളം പ്രോബ്ലങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് വരാവുന്നതുണ്ട്. ആ അഡ്ജസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ ഡിപ്രീസിയേഷൻ കുറയ്ക്കാനും പിന്നെ ടാക്സ് കുറയ്ക്കാനും പിന്നെ ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യാൻ നമ്മൾ പേ ബാക്ക് പീരീഡിൽ ചെയ്ത അതേ മെത്തേഡ്സ് നമുക്ക് NPVയിൽ ചെയ്യേണ്ടി വരും. പക്ഷെ അത് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം ഇതാണ്. അപ്പൊ ഇതിന്റെ ബാക്കി പ്രോബ്ലങ്ങൾ പലതും ഉണ്ട്, അത് നിങ്ങൾ ചെയ്തു നോക്കുക.